ഹായ് ഫ്രണ്ട്സ്, ഫോക്കസിന്റെ മൈക്രോ ടിപ്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ മാത്സുമായിട്ട് റിലേറ്റ് ചെയ്ത മറ്റു കുറച്ച് ഹോട്ട് ടോപ്പിക്സും അതിൽ ഷോർട്ടായിട്ട് വരാൻ പോകുന്ന കുറച്ച് ക്വസ്റ്റ്യൻസുമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. ടാൻജന്റ് എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് സ്ഥിരമായിട്ട് കണ്ടുവരുന്ന ക്വസ്റ്റ്യനാണ്. ചിത്രത്തിൽ തന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു സർക്കിൾ തന്നിട്ടുണ്ട്. ആ സർക്കിളിന്റെ ടാൻജൻസ് 3 ടാൻജൻസ് നമ്മൾ വരച്ചിട്ടുണ്ട്. ആ ടാൻജന്റുകളെല്ലാം കൂടെ ജോയിൻ ചെയ്യുമ്പോൾ നമുക്കൊരു ട്രയാങ്കിൾ കിട്ടുന്നു. ആ ട്രയാങ്കിളിന്റെ സൈഡുകൾ 6 സെന്റിമീറ്റർ, 7 സെന്റിമീറ്റർ, 9 സെന്റിമീറ്റർ ആണെന്ന് പറഞ്ഞു. നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത് ഇങ്ങനെ നോക്കിക്കഴിയുമ്പോൾ ഇവിടെ നമുക്കൊരു 2 ടാൻജന്റുകൾ കാണാൻ പറ്റും, ഇവിടെ രണ്ട് പാർട്ടുകൾ കാണാൻ പറ്റും, ഇവിടെയുള്ള 2 പാർട്ട്. ക്വസ്റ്റ്യൻ ഇത്രയാണ്: ഈ പാർട്ടുകളുടെ ഓരോന്നിന്റെ ലെങ്ത് കണ്ടുപിടിക്കുക. നമ്മൾ സാധാരണ ടെക്സ്റ്റ് ബുക്കിൽ ഇതേ മോഡൽ ക്വസ്റ്റ്യൻ ഉണ്ട്. നമ്മൾ സാധാരണ എക്സ് ഒക്കെ വെച്ചാണ് ഇത് ചെയ്ത് പഠിച്ചിട്ടുള്ളത്. പക്ഷെ അതൊന്നും ഇല്ലാതെ തന്നെ വളരെ സിമ്പിൾ ആയിട്ട് എങ്ങനെ ആൻസർ കണ്ടുപിടിക്കും, അതാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പൊ അതിനാകെ ചെയ്യേണ്ടത് തന്നിരിക്കുന്ന ഈ സൈഡുകളെല്ലാം കൂടെ നമ്മൾ ആദ്യം എന്ത് ചെയ്യാം, പ്ലസ് ചെയ്യാം. ഇപ്പൊ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും 6 + 7 + 9. ഓക്കെ ആണല്ലോ, വളരെ സിമ്പിൾ ആണ്. 3 നമ്പർ കൂടെ പ്ലസ് ചെയ്യുക. കിട്ടുന്ന ആൻസറിന്റെ നേരെ പകുതി കണ്ടുപിടിക്കുക. കിട്ടുന്ന ആൻസറിന്റെ പകുതി എന്ന് പറഞ്ഞാൽ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി? 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് ആൻസർ എന്ത് കിട്ടും? 6 7 കൂടെ കൂട്ടുമ്പോൾ 13 ആയി. 13 9 കൂടെ കൂട്ടുമ്പോൾ എത്രയായി? 22. അപ്പൊ നമുക്ക് ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ, 22/2 എടുക്കുക. ആൻസർ എത്ര വരുന്നു? 11 അല്ലേ വരുന്നത്? 22ന്റെ പകുതി എന്ന് പറഞ്ഞാൽ 11 അല്ലേ? 11 കിട്ടി. ഇനി ചെയ്യേണ്ടത് ഞാൻ നോക്കിയത് 9 എന്ന് പറയുന്ന നീളമുള്ള സൈഡ് വന്നു. അവിടെ നിന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ കിട്ടിയ 11ൽ നിന്നും ആ സൈഡിന്റെ നീളമായ 9 മൈനസ് ചെയ്യുന്നു. അപ്പൊ 11ൽ നിന്ന് 9 മൈനസ് ചെയ്താൽ നമുക്ക് ആൻസർ എത്ര കിട്ടൂടാ? 11ൽ നിന്ന് 9 മൈനസ് ആൻസർ എത്രയാണ്? 2 ആണ്. ഇനി ചെയ്യേണ്ടത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യം, ഈ 9 നേരെ ഓപ്പോസിറ്റ് നമ്മളങ്ങ് പോവുക. അവിടെ വരുന്ന 2 പാർട്ടിനും എത്ര സെന്റിമീറ്റർ വെച്ച് കൊടുക്കുക? 2 സെന്റിമീറ്റർ വെച്ചങ്ങ് കൊടുക്കുക. ഇവിടെ നമുക്ക് താഴെ എന്താണോ കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടുന്ന ആൻസർ, ആ ആൻസർ ആ സൈഡിന് നേരെ ഓപ്പോസിറ്റ് പോയിട്ട് അവിടുത്തെ 2 പാർട്ടിന് കൊടുത്താൽ മതി. ഇതുപോലെ ബാക്കി ചെയ്താൽ മതി. ഇപ്പൊ നോക്കിക്കോളാം, 6 സെന്റിമീറ്റർ വരുന്ന സൈഡ് ഞാൻ എടുക്കുന്നു. 6 സെന്റിമീറ്റർ വരുന്ന സൈഡ് എടുത്തിട്ട് എന്ത് ചെയ്താൽ മതി? കിട്ടുന്ന ആൻസർ ആയ 11ൽ നിന്ന് 6 മൈനസ് ചെയ്യുക. 11ൽ നിന്ന് 6 മൈനസ് ചെയ്താൽ എത്ര കിട്ടുവാടാ? 5 അല്ലേടാ നമുക്ക് കിട്ടുന്നത്. 11ൽ നിന്ന് 6 മൈനസ് ചെയ്താൽ 5 എന്ന് കിട്ടുന്നു. ആ സൈഡിന് നേരെ ഓപ്പോസിറ്റ് നമ്മൾ പോകുന്നു. ഓപ്പോസിറ്റ് പോയിട്ട് എന്ത് ചെയ്യുക? അവിടെ വരുന്ന 2 പാർട്ടിനും എത്ര സെന്റിമീറ്റർ വെച്ച് കൊടുത്താൽ? 5 സെന്റിമീറ്റർ വെച്ച് കൊടുത്താൽ മതി. ഇതുപോലെ മൂന്നാമത്തെ സൈഡായ 7 വരുന്നു. അവിടെ 11ൽ നിന്ന് എന്ത് മൈനസ് ചെയ്യുക? 7 മൈനസ് ചെയ്യുക. എത്ര ആൻസർ കിട്ടുവാടാ? 4 എന്നല്ലേ നമുക്ക് കിട്ടുന്നത്. ആ 4 ഈ സൈഡിന് നേരെ ഓപ്പോസിറ്റ് നമ്മൾ വരും. അതിന് വരുന്ന 2 പാർട്ടിന് നമ്മൾ എത്ര വെച്ച് കൊടുത്താൽ? 4 സെന്റിമീറ്റർ വെച്ച് കൊടുത്താൽ. ഇത്രയും ചെയ്യുമ്പോൾ നമ്മൾ ആൻസർ കംപ്ലീറ്റ് ആവും. വളരെ സിമ്പിൾ അല്ലേ? വളരെ വലിയ കാൽക്കുലേഷൻ ഒന്നും നമുക്ക് എക്സോ അങ്ങനത്തെ ലെറ്റേഴ്സ് ഒന്നും നമുക്ക് എടുക്കേണ്ട കാര്യമില്ല. വളരെ സിമ്പിൾ ആയിട്ട് ആ നമ്പേഴ്സ് എല്ലാം കൂടെ ആഡ് ചെയ്ത് പകുതി എടുക്കുന്നു. കിട്ടുന്ന ആൻസർ വെച്ച് നമുക്ക് ബാക്കിയുള്ള പാർട്ടുകളെല്ലാം കണ്ടുപിടിക്കാൻ പറ്റും. ഇതെങ്ങനെയുണ്ട് നിങ്ങൾ കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് ഒരു ഈസി ടിപ്പായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾ എങ്ങനെയുണ്ട് ഈ ടിപ്പ് ഒന്ന് കമന്റ് ചെയ്യുക. നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക? അറിയിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. ഇതും വളരെ സിമ്പിൾ ആയിട്ടുള്ള ടാൻജന്റിന്റെ ഭാഗത്ത് നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇവിടെ നമുക്കൊരു റൈറ്റ് ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഇതിന്റെ ഒരു 2 പാർട്ട് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഈ ട്രയാങ്കിളിന്റെ എന്ത് കണ്ടുപിടിക്കുക? ഏരിയ കണ്ടുപിടിക്കുക. ട്രയാങ്കിളിൽ എന്ത് കണ്ടുപിടിക്കുക? ഏരിയ കണ്ടുപിടിക്കാൻ നമുക്കറിയാം. റൈറ്റ് ട്രയാങ്കിളിലെ ഏരിയ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? സാധാരണ നമ്മൾ ട്രയാങ്കിൾ ഏരിയ കണ്ടുപിടിക്കും ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. അതായത് 2-1 പാദം കൂടെ വരും. അതേ കാര്യം തന്നെയാണ് ഇവിടെ. അപ്പൊ എന്ത് ചെയ്താൽ മതി? ഹാഫ് ഇൻറ്റു. പക്ഷേ നമ്മുടെ റൈറ്റ് ട്രയാങ്കിളിലേക്ക് വരുമ്പോൾ ബേസ് ആയിട്ട് നമുക്കൊരു സൈഡ് എടുക്കാം. താഴത്തെ സൈഡ് എടുക്കാം. 9 തന്നെ വരും. ഹൈറ്റ് ആയിട്ട് മാറി തന്നെയാണ് വരുന്നത്. അതിന്റെ 90 ഡിഗ്രിയോട് ചേർന്നുള്ള രണ്ടാമത്തെ സൈഡ്. ഇത്രയും തന്നിട്ടുണ്ട് നമുക്ക് 12. അപ്പൊ എത്ര കൊടുത്താൽ മതി? 12 ഇവിടെ കൊടുക്കും. ഇനി കാൽക്കുലേഷൻ ചെയ്താൽ മതി. നമുക്കറിയാം 12 എന്ന് പറയുന്നത് 2ന്റെ മൾട്ടിപ്പിൾ ആയതുകൊണ്ട് 12 നമുക്ക് 2 കൊണ്ട് കട്ട് ചെയ്യാം. എത്രയെന്ന് കിട്ടും? 6. ഫൈനൽ ആൻസർ എന്ന് പറഞ്ഞാൽ 9 × 6. 9 × 6 എത്രയാണ്? 54 സെന്റിമീറ്റർ സ്ക്വയർ. ഇതാണ് എ പാർട്ട് ചോദ്യം. ട്രയാങ്കിളിൽ നിന്നാണ് ഏരിയ. ബി പാർട്ട് ക്വസ്റ്റ്യൻ നമുക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ ഇത് ചോദിക്കാൻ ചാൻസുള്ള വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതിന് നമുക്ക് അതായത് റൈറ്റ് ട്രയാങ്കിളിന്റെ എന്താണ് ഇൻ സർക്കിൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്കറിയാലോ, ഇൻ സർക്കിൾ എന്ന് പറഞ്ഞാൽ ആ ട്രയാങ്കിളിന്റെ എല്ലാ സൈഡുകളെയും ടച്ച് ചെയ്യുന്ന സർക്കിൾ എന്ന് പറഞ്ഞാൽ ആ ട്രയാങ്കിളിന്റെ എല്ലാ സൈഡുകളും സർക്കിളിന്റെ ടാൻജൻസ് ആയിട്ട് വരുന്നു. അങ്ങനെയുള്ള ഇൻ സർക്കിൾ എടുത്താൽ ചോദ്യം ഇതായിരിക്കും: ഈ ഇൻ സർക്കിളിൽ എന്ത് കണ്ടുപിടിക്കണം? റേഡിയസ് കണ്ടുപിടിക്കണം. ഇൻ സർക്കിളിന്റെ റേഡിയസ് കണ്ടുപിടിക്കാൻ ജനറലി നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം. ഏരിയയും പെരിമീറ്ററുമായിട്ട് കണക്ട് ചെയ്ത ഇക്വേഷൻ എന്താണ്? ഇൻ സർക്കിൾ റേഡിയസ് R = ട്രയാങ്കിളിന്റെ ഏരിയ A / എന്താണ്? സെമി പെരിമീറ്റർ S.
അത് വെച്ചാണ് നമുക്ക് ചെയ്യുന്നത്. അത് വെച്ച് നമുക്ക് ആൻസർ ചെയ്യാം. പക്ഷേ റൈറ്റ് ട്രയാങ്കിളിലേക്ക് വരുമ്പോൾ ഇൻ സർക്കിൾ റേഡിയസ് കണ്ടുപിടിക്കാൻ കുറച്ചുകൂടെ ഈസി ആയിട്ടൊരു ടിപ്പ് ഞാൻ പറഞ്ഞുതരാം. അവിടെ എന്തായാലും നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ഇതിന്റെ ഹൈപ്പോട്ടന്യൂസ് കണ്ടുപിടിക്കണം. കാര്യം രണ്ട് സൈഡല്ലേ അറിയാം. അപ്പൊ മൂന്നാമത്തെ സൈഡ് നമ്മൾ ഹൈപ്പോട്ടന്യൂസ് കണ്ടുപിടിക്കുന്നു. രണ്ട് സൈഡ് അറിയാമെങ്കിൽ മൂന്നാമത്തെ സൈഡ് ഹൈപ്പോട്ടന്യൂസ് ആണെങ്കിൽ കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ എന്താണ്? ഹൈപ്പോട്ടന്യൂസ് ഈക്വൽ ടു എച്ച്. നമുക്കറിയാം ഹൈപ്പോട്ടന്യൂസ് എച്ച് ഡിനോട്ട് ചെയ്യുന്നു. ഈക്വൽ ടു എന്ത് എഴുതാം? റൂട്ട് ഓഫ് എങ്ങനെ എഴുതാടാ? 12 സ്ക്വയർ. ഒരു സൈഡ് 12 അല്ലേ, പ്ലസ് രണ്ടാമത്തെ സൈഡ് ഏതാണ്? 9 സ്ക്വയർ. ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? ആൻസർ 12ന്റെ സ്ക്വയർ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന നമ്പർ എത്രയാണ്? 144 പ്ലസ് 9ന്റെ സ്ക്വയർ എത്രയാണ്? 81 എന്ന് കിട്ടുന്നു. ആൻസർ എത്ര വരുവാടാ? റൂട്ട് എത്രയെന്ന് വരുന്നു? 144 81 കൂടെ കൂട്ടിയാൽ 225 എന്ന് വരുന്നു. 225 റൂട്ടാണ് നമ്മുടെ ആൻസർ. 225 ഒരു പെർഫെക്റ്റ് സ്ക്വയർ അല്ലേ, അപ്പൊ അതിന് റൂട്ട് ഉണ്ടല്ലോ. ഇവിടെ എത്രയാണ് റൂട്ട്? 15. അപ്പൊ നമ്മുടെ ട്രയാങ്കിളിന്റെ റൈറ്റ് ട്രയാങ്കിളിന്റെ ഹൈപ്പോട്ടന്യൂസ് അല്ലെങ്കിൽ കർണം എത്രയായി? 15 സെന്റിമീറ്റർ. ഇവിടെ 15 സെന്റിമീറ്റർ. ഇത് മൂന്നും കിട്ടിക്കഴിഞ്ഞാൽ കുറച്ചുകൂടെ എളുപ്പമുള്ള ഒരു മെത്തേഡ്, അതായത് നമ്മുടെ ജനറൽ ആയിട്ടുള്ള ഇക്വേഷൻ ഇതാണ്. നിങ്ങൾ എല്ലാവരും പഠിച്ചു വെക്കുക. കാരണം റൈറ്റ് ട്രയാങ്കിൾ അല്ലാതെ ഒരു ട്രയാങ്കിൾ ആണെങ്കിൽ നമ്മൾ ഇത് ഉപയോഗിച്ച് തന്നെ ചെയ്യണം. പക്ഷെ റൈറ്റ് ട്രയാങ്കിൾ ആണെങ്കിൽ ഇൻ സർക്കിൾ റേഡിയസ് 6 കണ്ടുപിടിക്കാൻ കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ടുള്ള ഇക്വേഷൻ ഞാൻ പറഞ്ഞു നോക്കിക്കോളാം. ഇത്രയേ ഉള്ളൂ. ഇൻ സർക്കിൾ റേഡിയസ് 6 കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? അതിന്റെ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള സൈഡുകൾ 90 ഡിഗ്രിയോട് ചേർന്നിരിക്കുന്ന സൈഡുകൾ ആരൊക്കെയാണ്? ഇവിടെ നോക്കിക്കോളാം. 90 ഡിഗ്രിയോട് ചേർന്നിരിക്കുന്ന സൈഡ് 9 ഉണ്ട്, പിന്നെ ആരുണ്ട്? 12 ഉണ്ട്. നിങ്ങൾ അത് രണ്ടും കൂടെ പ്ലസ് ചെയ്യുക. 12 പ്ലസ് 9 മനസ്സിലായല്ലോടാ? 90 ഡിഗ്രിയോട് ചേർന്നിരിക്കുന്ന രണ്ട് സൈഡ് നമ്മൾ എടുക്കുന്നു, അവര് തമ്മിൽ പ്ലസ് ചെയ്യുന്നു. കിട്ടുന്ന ആൻസറിൽ നിന്ന് ഹൈപ്പോട്ടന്യൂസ് കണ്ടുപിടിച്ച് വെച്ചാൽ എത്രയാണ്? 15. ആ 15 എന്ത് ചെയ്യാം? മൈനസ് ചെയ്യുക. വേറെ ഒന്നും ചെയ്തില്ല. തന്നിരിക്കുന്ന 90 ഡിഗ്രിയോട് ചേർന്നുള്ള രണ്ട് സൈഡുകളും പ്ലസ് ചെയ്തു. അതിൽ നിന്ന് മൂന്നാമത്തെ സൈഡായ ഹൈപ്പോട്ടന്യൂസ് മൈനസ് ചെയ്തു. അതൊരു ആൻസർ നമുക്ക് കിട്ടില്ലേടാ? അതിനെ എത്ര കൊണ്ടങ്ങ് ഡിവൈഡ് ചെയ്താൽ മതി? 2 കൊണ്ടങ്ങ് ഡിവൈഡ് ചെയ്താൽ മതി. ആൻസർ നോക്കിക്കോ. 12 9 കൂടെ കൂട്ടിയാൽ എത്ര വരും? 21. 21 നിന്ന് 15 മൈനസ് ചെയ്ത് എത്ര വരും? 6 അല്ലേ? ആ 6നെ എത്ര കൊണ്ടങ്ങ് ഡിവൈഡ് ചെയ്താൽ മതി? 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ആൻസർ എത്രയാണ്? 3 സെന്റിമീറ്റർ. വളരെ സിമ്പിൾ ആയിട്ട് പെരിമീറ്ററിലോട്ട് നമുക്ക് അധികം പോകണ്ട. ആ സൈഡുകൾ മൂന്നും അറിയാമെങ്കിൽ റൈറ്റ് ട്രയാങ്കിളിന് മാത്രമേ ഹൈപ്പോട്ടന്യൂസ് വരുന്നുള്ളൂ. അപ്പൊ ഈ റൈറ്റ് ട്രയാങ്കിളിന്റെ സെക്ഷനിൽ നമുക്ക് ഇൻ സർക്കിൾ റേഡിയസ് കണ്ടുപിടിക്കാം. 90 ഡിഗ്രിയോട് ചേർന്നുള്ള സൈഡുകൾ കൂട്ടുന്നു, ഹൈപ്പോട്ടന്യൂസ് മൈനസ് ചെയ്യുന്നു, കിട്ടുന്ന ആൻസറിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ഇതും നിങ്ങൾക്കൊരു ടിപ്പാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ടിപ്പ് എങ്ങനെ ഉണ്ടെന്നുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യണം? കമന്റിൽ അറിയിക്കണം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഈ രണ്ട് ക്വസ്റ്റ്യന് കഴിഞ്ഞ നമ്മുടെ പബ്ലിക് എക്സാമിന് ചോദിച്ചതാണ്. ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ടാൻജന്റ് എന്ന് പറയുന്ന ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ആ ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാം. നമ്മൾ പഠിച്ച ഒരു റിസൾട്ട് നമ്മൾ ഓർത്ത് വെച്ചിരുന്നാൽ വളരെ സിമ്പിൾ ആയിട്ട് ഇതിന്റെ ആൻസർ ചെയ്യാം. കാര്യം ഇവിടെ ഒരു സർക്കിളുണ്ട്. ആ സർക്കിളിലെ പോയിന്റ്സ് 3 പോയിന്റ് ABC എടുത്ത് കണക്ട് ചെയ്ത് ABC എന്ന ട്രയാങ്കിൾ ഉണ്ട്. ആ 3 പോയിന്റിന്റെ ടാൻജൻസ് വരച്ചിട്ട് വലിയൊരു ട്രയാങ്കിൾ ഫോം ചെയ്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ. ആ വലിയ ട്രയാങ്കിളിൽ എന്ത് കണ്ടുപിടിക്കുക? ആംഗിൾസ് കണ്ടുപിടിക്കുക. ഇതേ മോഡലൊരു ക്വസ്റ്റ്യൻ നമ്മൾ സർക്കിളിലും പഠിക്കുന്നുണ്ട്. നമ്മൾ അത് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. പക്ഷെ ഇത് ക്വസ്റ്റ്യൻ വരുന്നത് ടാൻജന്റ് എന്നാണ് വരുന്നത്. ഈ ക്വസ്റ്റ്യൻ എങ്ങനെ ആൻസർ ചെയ്യണം? വളരെ സിമ്പിൾ ആണ്. കാൽക്കുലേഷൻ ഒന്നുമില്ല. ക്വസ്റ്റ്യൻ നോക്കി തന്നെ നമുക്ക് ആൻസർ ചെയ്യാം. സ്ഥിരം നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള 5 മാർക്കിന് വരെ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വളരെ സിമ്പിൾ ആയിട്ട് എങ്ങനെ ആൻസർ ചെയ്യാൻ നോക്കാം. ഇവിടെ നോക്കിക്കോ. അപ്പൊ നമുക്ക് ചെയ്യാൻ ആദ്യം എത്രയേ ഉള്ളൂ? അകത്തുള്ള ട്രയാങ്കിളിൽ 2 ആംഗിൾസ് ഇല്ലേ? നമുക്ക് ആ മൂന്നാമത്തെ ആംഗിളൂടെ കണ്ടുപിടിക്കാം. മൂന്നാമത്തെ ആംഗിൾ കണ്ടുപിടിക്കാൻ അറിയാമല്ലോ. തന്നിരിക്കുന്ന 2 ആംഗിളൂടെ പ്ലസ് ചെയ്യുക, 180 മൈനസ് ചെയ്യുക, 70 50 കൂടെ കൂട്ടുമ്പോൾ എത്രയായി? 120. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി? 180 120 മൈനസ് ചെയ്താൽ അവിടെ നമുക്കറിയാം എത്രയാണ് ആൻസർ? 60 ഡിഗ്രി. അപ്പൊ ഈ ചെറിയ ട്രയാങ്കിളിലെ മൂന്നാമത്തെ ആംഗിൾ എന്താണ്? 60 ഡിഗ്രി. ഇനിയുള്ളതെല്ലാം എളുപ്പ വഴികളാണ്. ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ഞാൻ 60 നേരെ തുടങ്ങുന്നു. 60യുടെ നേരെ ഓപ്പോസിറ്റ് സൈഡിലോട്ട് നമ്മൾ പോവാം. ഓക്കെ ആണല്ലോ? അതിന്റെ പുറത്ത് വരുന്ന 2 ആംഗിളും എത്ര തന്നെ ആയിരിക്കും? 60 തന്നെ ആയിരിക്കും. അത് രണ്ടും ഇവിടെ എഴുതാൻ ബുദ്ധിമുട്ടില്ലല്ലോടാ. 60 തന്നെ എഴുതുക. അടുത്തത് ആ 70യുടെ ഓപ്പോസിറ്റ് സൈഡിലോട്ട് വേണം. അവിടെയും പുറത്തുള്ള 2 ആംഗിൾ എത്ര എന്നങ്ങ് എഴുതിയാൽ മതി. ആ തന്നിരിക്കുന്ന 70 തന്നെ അങ്ങ് എഴുതിയാൽ മതി. 70 കൊടുത്തു. ഇനി അടുത്ത 50യുടെ ഓപ്പോസിറ്റ് പോടാ. 50യുടെ ഓപ്പോസിറ്റുള്ള സൈഡിൽ പുറത്ത് വരുന്ന 2 ആംഗിൾ എന്ത് തന്നെ അങ്ങ് എഴുതിയാൽ മതി. 50 തന്നെ എഴുതിയാൽ മതി. ഇത്ര എഴുതാൻ ബുദ്ധിമുട്ടുണ്ടോ? വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമല്ലേ? എഴുതി. ഇത് നമ്മൾ പുറത്ത് നോക്കുമ്പോൾ ഇതൊരു ട്രയാങ്കിള്, ഇതൊരു ട്രയാങ്കിള്, ഇതും ഒരു ട്രയാങ്കിള്. 2 ആംഗിൾസ് വെച്ച് അറിയില്ലേ? മൂന്നാമത്തെ ആംഗിൾ കണ്ടുപിടിക്കാൻ സിമ്പിൾ അല്ലേ? 50 50 കൂടെ കൂട്ടുമ്പോൾ എത്രയാണ്? 100. 180 100 കുറച്ചാൽ ഇവിടുത്തെ ആംഗിൾ എത്രയായിരിക്കും? സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാം 80 ഡിഗ്രി. 60 60 കൂടെ കൂട്ടിയാൽ എത്ര? 120.
180 120 കുറച്ച് ഇവിടെയും എത്ര തന്നെ വരും? 60 തന്നെ ആയിരിക്കാം. രണ്ടാമത്തെ ആംഗിളും കിട്ടിക്കഴിഞ്ഞു. ഇനി അടുത്ത് എന്താണ്? ഒരു ട്രയാങ്കിൾ കൂടെ അല്ലേ എടുക്കാനുള്ളത്? 70 70 കൂടെ ആഡ് ചെയ്ത് എത്ര? 140. അപ്പോൾ 180 എന്ത് ചെയ്താൽ മതി? 140 മൈനസ് ചെയ്താൽ മതി. എത്രയെന്ന് കിട്ടൂടാ? 140 മൈനസ് ചെയ്താൽ 40 ഡിഗ്രി. അപ്പൊ നമ്മുടെ ആംഗിൾസ് ഏതൊക്കെയെന്ന് കിട്ടാം? വലിയ ട്രയാങ്കിൾ ആംഗിൾസ് 40 ഡിഗ്രി, 60 ഡിഗ്രി, പിന്നെ എത്ര ഡിഗ്രിയാണ്? 80 ഡിഗ്രി. ഇത്രയും നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്നത് 5 മാർക്കാണ്. വളരെ സിമ്പിൾ ആയിട്ട് കാൽക്കുലേഷൻ ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഡയറക്റ്റ് നോക്കി എഴുതാവുന്ന മാർക്കാണ്. മക്കൾ നന്നായിട്ട് ചെയ്ത് പഠിക്കണം. നന്നായിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ആൻസർ ചെയ്യാം. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇത് നമ്മുടെ 2024 ഇപ്പൊ കഴിഞ്ഞ മോഡൽ എക്സാമിന് ചോദിച്ച പാറ്റേണുമായിട്ട് ബേസ് ചെയ്ത് 5 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ആണ്. പല കുട്ടികളും നമ്മുടെ ഈ പാറ്റേണിൽ ഒരുപാട് നമ്പേഴ്സും അതിന്റെ 3-4 സപ്പാർട്ടും കാണുമ്പോൾ തന്നെ ഇതിനെ സ്കിപ്പ് ചെയ്ത് കളഞ്ഞിട്ട് പോവുകയാണ് ചെയ്യുന്നത്. പക്ഷെ മക്കളെ നിങ്ങൾ മനസ്സിരുത്തി ഒന്ന് ക്വസ്റ്റ്യൻ വായിച്ചാൽ സിമ്പിൾ ആയിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. കാര്യം വളരെ സിമ്പിൾ ആണ്. ഇതിനകത്തുള്ള ലോജിക് എന്ന് പറയുന്നത് അത് നിങ്ങൾ മനസ്സിലാക്കി എടുത്തു കഴിഞ്ഞാൽ 5 മാർക്കാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. ഇവിടുത്തെ നമുക്ക് ആ പാറ്റേൺ നോക്കാം. പാറ്റേൺ നോക്കണം. പാറ്റേൺ ഇത്രയേ ഉള്ളൂ. നമുക്കറിയാം ഒന്നാമത്തെ പാറ്റേണിൽ 3 നമ്പേഴ്സ് മൈനസ് ചെയ്തിട്ടുണ്ട്. അവിടെ പ്രത്യേകം നിങ്ങൾ നോക്കാം. നടുക്ക് നിൽക്കുന്ന നമ്പർ 2 ആണ്. അതിന്റെ 2 സൈഡിലും ഒരേ നമ്പേഴ്സ് ആണ് നിൽക്കുന്നത്. രണ്ടാമത്തെ ലൈൻ നോക്കിക്കഴിഞ്ഞാൽ അവിടെയും കുറച്ച് നമ്പേഴ്സ് ഉണ്ട്. അവിടെ സെന്ററിലെ നമ്പർ ആരാണ്? 3 ആണ്. 3യുടെ ലെഫ്റ്റിൽ വന്നിരിക്കുന്ന നമ്പർ 1 2 ആണ്. റൈറ്റിൽ വന്നിരിക്കുന്ന നമ്പർ 1 2. സെയിം നമ്പേഴ്സ്. മൂന്നാമത്തെ ലൈൻ നോക്കിയേ, അവിടെയും നമ്മുടെ സെന്ററിലെ നമ്പർ 4 നമ്മൾ മാറ്റി കഴിഞ്ഞാൽ ലെഫ്റ്റിലോട്ട് നിൽക്കുന്നത് 1 2 3, റൈറ്റിലോട്ട് നിൽക്കുന്നത് 1 2 3 എന്ന് പറഞ്ഞാൽ ഈ പാറ്റേണിലെ എല്ലാ ലൈനും നമ്മൾ നോക്കിയാലും സെന്ററിൽ വരുന്ന നമ്പർ മാത്രമേ ഡിഫറെന്റ് ആയിട്ടുള്ളൂ. ബാക്കി ലെഫ്റ്റിലെ റൈറ്റിലും ഒരേ നമ്പേഴ്സ് തന്നെയാണ് ആഡ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ തൊട്ടടുത്ത ലൈൻ കൂടെ നോക്കിയാൽ സെന്ററിൽ 5 അല്ലേ വന്നിരിക്കുന്നത്? 5 ആണ്. ലെഫ്റ്റിലോട്ട് റൈറ്റിലോട്ട് നോക്കിയാൽ ഒരേ നമ്പേഴ്സ് തന്നെയാണ് ആഡ് ചെയ്തിരിക്കുന്നത്. ആ ഒരു പ്രത്യേകത മനസ്സിലായില്ലേ? ഇനി അവര് ഇതെല്ലാം കൂടെ സം ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഈ നമ്പേഴ്സ് എല്ലാം കൂടെ സം ചെയ്യാനല്ലേ പറഞ്ഞിരിക്കുന്നത്. അതിന്റെ ആൻസർ അവർ എഴുതിയിട്ടില്ലേ? ആ ആൻസറിന് ഒരു പ്രത്യേകത ഉണ്ടാ? വേറൊന്നുമില്ല. ഈ നടുക്കിൽ വരുന്ന നമ്പർ കണ്ടോ? ആദ്യത്തിൽ 2 അല്ലേ? ആ 2ന്റെ സ്ക്വയർ ആണ് ആരെന്ന് പറയുന്നത്? 4 എന്ന് പറയുന്നത്. രണ്ടാമത്തെ ലൈൻ എടുത്താൽ നടുവിലുള്ള നമ്പർ 3 അല്ലേ? ആ 3യുടെ സ്ക്വയർ ആണ് നമ്മുടെ ആൻസർ 9 എന്ന് പറയുന്നത്. മൂന്നാമത്തെ ലൈൻ നോക്കിക്കഴിഞ്ഞാൽ നടുവിലുള്ള നമ്പർ 4 അല്ലേ? ആ 4ന്റെ സ്ക്വയർ ആണ് നമ്മുടെ ആൻസർ 16 എന്ന് പറയുന്നത്. നമ്മുടെ അടുത്ത ലൈൻ നോക്കടാ, നടുവിലുള്ള നമ്പർ 5 അല്ലേ? ആ 5ന്റെ സ്ക്വയർ ആണ് നമ്മുടെ ആൻസർ ആയ 25 എന്ന് പറയുന്നത്. അപ്പൊ പ്രത്യേകത ഇത്രയേ ഉള്ളൂ. അവിടുത്തെ സമ്മുകൾ എന്ന് പറയുന്നത് മിഡിലിൽ വരുന്ന നമ്പറിന്റെ സ്ക്വയറുകളാണ്. ഇത്രയും നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ ഉള്ള പാർട്ടുകളിലെ എല്ലാ ആൻസറും സിമ്പിൾ ആണ്. അതിൽ ഓൾറെഡി നമ്മൾ ആ സി പാർട്ട് നോക്കിയാൽ തന്നെ അവർ മിഡിൽ നമ്പർ എന്ന് പറഞ്ഞ ഒരു ക്ലൂ കൂടെ അവിടെ ഇട്ടിട്ടുണ്ട്. അപ്പൊ ഈ ആൻസറുകൾക്കെല്ലാം ആരുമായിട്ടാണ് ബന്ധം? മിഡിൽ നമ്പറുമായിട്ടാണ് ബന്ധം. നോക്കടാ, 5ാമത്തെ ലൈന് നമ്മൾ ഇനി എഴുതി ചേർക്കാനാണ് പറയുന്നത്. 5ാമത്തെ ലൈന് സിമ്പിൾ അല്ലേ? എങ്ങനെ എഴുതി ചേർക്കാം? ഇത്രയേ ഉള്ളൂ. നമുക്ക് നോക്കണം. 4ാമത്തെ ലൈനിൽ വന്നപ്പോ സെന്ററിൽ 5 ആ നിൽക്കുന്നത്. അപ്പൊ 5ാമത്തെ ലൈനാകുമ്പോ സെന്ററിൽ ആര് വരണം? 6 വരണം. അത്രേ ഉള്ളൂ. നോക്കിക്കോടാ, 1 പ്ലസ് 2 പ്ലസ് 3 പ്ലസ് 4 പ്ലസ് 5 പ്ലസ് സെന്ററിൽ ആര് വരണം? 6. ഇനി ഇതേ നമ്പേഴ്സ് തന്നെ റിപ്പീറ്റ് ചെയ്തേ പോയിക്കട്ടെ. അപ്പൊ എങ്ങനെ എഴുതാം? പ്ലസ് വീണ്ടും 5 പ്ലസ് 4 പ്ലസ് 3 പ്ലസ് 2 പ്ലസ് 1 എഴുതിക്കോളേടാ. ഈക്വൽ ടു ആൻസർ നോക്കിക്കോ. സെന്ററിലെ നമ്പറിന്റെ സ്ക്വയർ അല്ലേടാ? സെന്ററിലെ നമ്പർ ഇവിടെ ആരാ? 6. 6ന്റെ സ്ക്വയർ എത്ര വരും? 36. അല്ലാതെ നമ്പർ ഒന്നും കൂട്ടിക്കൊണ്ടിരിക്കേണ്ട കാര്യം ഇല്ല. 5th ലൈൻ എഴുതിയില്ലേ? റൈറ്റ് ദ 5th ലൈൻ ഓഫ് ദി പാറ്റേൺ ആയില്ലേ? അടുത്ത് നോക്കടാ, ഫൈൻഡ് ദ സം ഓഫ് ദി ലൈൻ. ഓൾറെഡി ഞാൻ പറഞ്ഞു ഇവിടെ എത്രയാണ്? ആ ലൈനിന്റെ സമ്മ് കണ്ടുപിടിക്കാനല്ല പറയുന്നത്. ആ ലൈനിലെ സെന്ററിലെ നമ്പർ ആരാണ്? 6. അപ്പൊ 6ന്റെ സ്ക്വയർ ആ സം എന്ന് പറഞ്ഞാൽ എത്രയാണ്? 36. അടുത്ത് നോക്കിക്കടാ, അടുത്ത് അവര് വേറൊരു ലൈൻ നമുക്ക് തന്നിട്ടുണ്ട്. ആ ലൈനിന്റെ സമ്മ് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. നോക്കിയടാ, ആ ലൈനിന്റെ സമ്മ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? ആ ലൈനിന്റെ മിഡിലിൽ വരുന്ന നമ്പർ നോക്കിയാൽ പോലെ. ഞാൻ പറഞ്ഞു ഇവിടെ ആകെ ഒരു മിഡിലിൽ വരുന്ന നമ്പർ മാത്രമേ ഡിഫറെന്റ് ആയിട്ടുള്ളൂ. ബാക്കി എല്ലാം റിപ്പീറ്റ് ചെയ്ത് വരുന്നതാണ്. ഈ ലൈൻ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. 15 മാത്രമല്ലേ അവിടെ ഒരു പ്രാവശ്യമേ വന്നിട്ടുള്ളൂ. ബാക്കി എല്ലാ നമ്പേഴ്സും റിപ്പീറ്റ് അടിച്ച് പോണല്ലേ. അപ്പൊ 15 ആണ് അവിടുത്തെ സെന്ററിലെ നമ്പർ. അതിന്റെ സ്ക്വയർ എഴുതിയാൽ നമ്മുടെ ആൻസർ ആയടാ 15ന്റെ സ്ക്വയർ. 15ന്റെ സ്ക്വയർ എത്രയാണ് നമുക്കറിയാം? 225 ആണെന്ന് അറിയാം. 15ന്റെ സ്ക്വയർ എത്രയാണെന്ന് അറിയാം? 225 ആണെന്ന് അറിയാം. അപ്പൊ നമ്മുടെ ആൻസർ എത്രയാണ്? 225 ആണ്. ഇനി അടുത്ത് നോക്കിയടാ, ഫൈൻഡ് ദ മിഡിൽ നമ്പർ ഓഫ് ദി ലൈൻ ദാറ്റ് ഗീവ്സ് ദ സം 400. അതായത് അവർ പറഞ്ഞിരിക്കുന്നത് നോക്കിയേ, 400 സമ്മ് 400 ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിന്റെ മിഡിലെ നമ്പർ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്.
നമുക്കറിയാലോ എല്ലാ പാറ്റേണിലും മിഡിൽ നമ്പറിന്റെ സ്ക്വയർ ആണ് സമ്മ്. അപ്പൊ ഇവിടെ നമുക്ക് കണ്ടുപിടിക്കുന്ന മിഡിൽ നമ്പർ ഞാൻ തൽക്കാലം എത്രയെന്ന് എടുക്കുന്നു, n എന്ന് എടുക്കുന്നു. അതിന്റെ സ്ക്വയർ ആയിരിക്കും അവർ തന്നിരിക്കുന്ന സമ്മ് എന്ന് പറഞ്ഞാൽ n സ്ക്വയർ ആണ് നമുക്ക് തന്നിരിക്കുന്ന സമ്മായ എത്രയെന്ന് പറയുന്നത് 400. അങ്ങനെയാണെങ്കിൽ ആ മിഡിലെ നമ്പർ കണ്ടുപിടിച്ചൂടെ? n സ്ക്വയറിൽ n കണ്ടുപിടിക്കാൻ ചെയ്താൽ മതി, റൂട്ട് എടുത്താൽ മതിയല്ലോ. സ്ക്വയർ മാറാൻ എപ്പോഴും നമ്മൾ ചെയ്യുന്ന പരിപാടി റൂട്ട് എടുക്കാം. അപ്പൊ n സ്ക്വയറിന്റെ റൂട്ട് എടുത്താൽ എന്നും നമുക്ക് കിട്ടാം. തൊട്ടിപ്പുറത്ത് 400ന്റെ റൂട്ട്, 400ന്റെ റൂട്ട് നമുക്ക് അറിയാവുന്ന നമ്പർ അല്ലേടാ, സിമ്പിൾ അല്ലേ 400ന്റെ റൂട്ട്. 400ന്റെ റൂട്ട് എത്രയാണ്? 20. 20ന്റെ സ്ക്വയർ അല്ലേ 400. അപ്പൊ 400ന്റെ റൂട്ട് എത്ര വരണം? 20. അപ്പൊ നമുക്ക് വേണ്ട ആ പാറ്റേണിന് ആ സമ്മ് 400 സമ്മ് വരുന്ന പാറ്റേണിലെ മിഡിൽ നമ്പർ എത്രയാണ്? 20. ഈസി ആയിട്ട് കിട്ടാം. അടുത്ത് പറഞ്ഞിരിക്കുന്നത് ഫൈൻഡ് ദ വാല്യൂ ഓഫ് n. അവരൊരു സമ്മ് പറഞ്ഞിട്ടുണ്ട്. ആ സമ്മിൽ നിന്ന് നമ്മൾ n-ന്റെ വാല്യൂ കണ്ടുപിടിക്കാം. ഇത്രയും ചെയ്താൽ മതി. അവിടുത്തെ നടുവിലുള്ള നമ്പർ നമ്മൾ നോക്കിയാൽ നടുവിലുള്ള നമ്പർ ഒരു തവണ മാത്രമേ വരുള്ളൂ. ഈ പാറ്റേൺ നോക്കിയാൽ ഇതിൽ ഒരു തവണ വരുന്നത് ആര് മാത്രമേ ഉള്ളൂ? 3n-1. അപ്പൊ നടുവിലുള്ള നമ്പർ ആരാണ്? 3n-1. അതിന്റെ സ്ക്വയർ ആയിരിക്കും ആ പാറ്റേണിന്റെ സമ്മ്. ആ പാറ്റേണിന്റെ സമ്മ് അവർ തന്നിട്ടില്ലേ? 2500. അപ്പൊ നമുക്ക് എത്രയെന്ന് എഴുതാം? ഈക്വൽ ടു 2500. ഇത് സോൾവ് ചെയ്തെടുത്താൽ പോലെടാ. നോക്കിയോ, സോൾവ് ചെയ്യുമ്പോൾ അവിടെയും സ്ക്വയർ അല്ലേ, സ്ക്വയർ മാറാൻ എന്ത് ചെയ്താൽ മതി? റൂട്ട് എടുത്താൽ മതി. അപ്പൊ റൂട്ട് എടുത്തു കഴിയുമ്പോൾ ഇവിടെ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ 3n-1 എന്ന് എഴുതാം, റൈറ്റ് സൈഡിൽ റൂട്ട് 2500. ഇവിടെ ലാസ്റ്റ് 0 വരുന്ന നമ്പേഴ്സിന്റെ ഒക്കെ റൂട്ട് എടുക്കാൻ ഒരു എളുപ്പ വഴി പറഞ്ഞു നോക്കിക്കോടാ. തൽക്കാലം നിങ്ങൾ ആ പൂജ്യങ്ങളൊക്കെ അങ്ങ് വിട്ടോ. ബാക്കി ആരാ നിൽക്കുന്നത്? 25 അല്ലേ. 25ന്റെ റൂട്ട് നമുക്കറിയാലോ 5 അല്ലേ. 5 എഴുതി. ഇനി ലാസ്റ്റ് എത്ര പൂജ്യങ്ങളുണ്ടെന്ന് നോക്കാം. ഇവിടെ ഇപ്പൊ 2 പൂജ്യങ്ങളല്ലേ. അപ്പൊ റൂട്ടിലോട്ട് വരുമ്പോൾ പൂജ്യങ്ങളുടെ എണ്ണം പകുതിയായിട്ട് കുറയുന്നു. അപ്പൊ 2 പൂജ്യങ്ങളുടെ നമ്മുടെ ആൻസറിൽ നേരെ പകുതി എത്ര പൂജ്യം കൊടുത്താൽ മതി? 1 പൂജ്യം. അപ്പൊ നമ്മുടെ ആൻസർ എത്രയായി? 50. അപ്പൊ 3n-1 50 ആണെങ്കിൽ നമുക്ക് എന്നല്ലേ വേണ്ടത്? അപ്പൊ 3n എത്രയെന്ന് എഴുതാടാ? 50. ലെഫ്റ്റില് മൈനസ് ചെയ്തിരിക്കുന്ന 1 ഇപ്പുറത്ത് വരുമ്പോൾ എന്താവും? +1 ആയിട്ട് മാറും. 51 കൂടെ ആഡ് ചെയ്ത് എത്ര വരുവാടാ? 51 എന്നല്ലേ വരുന്നത്. അപ്പൊ 3n-51 ആണെങ്കിൽ നമുക്ക് n കണ്ടുപിടിച്ചുകൂടെ? എങ്ങനെ കണ്ടുപിടിക്കാം? n = 51. അവിടെ 3n എന്ന് പറഞ്ഞാൽ 3 കൊണ്ട് മൾട്ടിപ്ലിക്കേഷൻ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ 3 ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ എന്തായിട്ട് മാറും? ഡിവിഷൻ ആയിട്ട് മാറും. ഡിവൈഡഡ് ബൈ എന്തായിട്ട് മാറും? 3 ആയിട്ട് മാറും. 51/3. നമ്മുടെ ആൻസർ എത്ര വരുവാ? നമ്മുടെ ആൻസർ എത്ര വരും? 17 എന്നാണ് നമ്മുടെ ആൻസർ. എന്ന് പറഞ്ഞാൽ അവിടുത്തെ n-ന്റെ വാല്യൂ എത്രയാണ്? 17. എളുപ്പമല്ലേ? വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ലേ. പലരും ഈ ക്വസ്റ്റ്യൻ ലെങ്ത് കണ്ട് സ്കിപ്പ് ചെയ്ത് പോയവരാണ്. പക്ഷേ അതിനകത്തുള്ള കാര്യം 1-2 തവണ വായിച്ചാൽ നമുക്ക് മനസ്സിലാവും. അതിനുള്ള ക്ലൂകളും അവർ തന്നിട്ടുണ്ട്. വളരെ സിമ്പിൾ ആയിട്ട് ഈസി ആയിട്ട് 5 മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓരോ ക്വസ്റ്റ്യന്റെയും വർക്കൗട്ട് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ വലിയ കമന്റുകൾ നിങ്ങൾ അറിയിക്കുക. എല്ലാവർക്കും നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാൻ പറ്റട്ടെ. മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. നമസ്കാരം.